So welcome back to another video. അപ്പോൾ നമുക്കറിയാം അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എല്ലാ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സും നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് ആപ്ലിക്കേഷൻ ഇന്ന് തന്നെ ചെയ്യുക. ഇനി നമുക്കറിയാം നമുക്ക് പ്രീവിയസ് അതായത് കേരള PSCയുടെ നമുക്ക് പ്രീവിയസ് അഗ്രികൾച്ചർ എക്സാംസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 5 to 6 months തന്നെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഒരു 5 to 6 months തന്നെ എക്സാം നടക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമും അതുപോലെ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ഇനി ഒരു റൈറ്റ് പ്രിപ്പറേഷൻ ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അറിയാം നമ്മൾ ഒരു 5 മാസം കൊണ്ട് നമുക്ക് എങ്ങനെ ഈ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്ത് പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്ത് മോക്ക് ടെസ്റ്റുകൾ നടത്തിയിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു സിലബസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത് 2023 നോട്ടിഫിക്കേഷൻ വന്ന് 2024 എക്സാം നടന്ന അഗ്രികൾച്ചർ അസിസ്റ്റന്റ് എക്സാമിൻ്റെ നമുക്ക് സിലബസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. സാധാരണയായിട്ട് ഈ ഏത് എക്സാമിനാണെങ്കിലും അങ്ങനെ സിലബസിൽ വലിയ വേരിയേഷൻസ് വരില്ല. അപ്പോൾ മോറോർലെസ് ഇത് തന്നെയായിരിക്കും സിലബസ്. അപ്പോൾ നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടതും ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ 5 month സ്റ്റഡി പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളതും. അപ്പോൾ നമുക്കിതിൽ കാണാനായിട്ട് വരും ഈ ഒരു എക്സാമിൻ്റെ അതായത് കഴിഞ്ഞ എക്സാമിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 528/2023 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ കാണാനായിട്ട് പറ്റും. ഇതിൽ മൊത്തം 10 modules ആണുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴും മാർക്ക് ചെയ്ത് പോവുക. അപ്പം സിലബസ് എടുത്ത് വെക്കുക. നിങ്ങൾ ഓരോ പഠിച്ച പോർഷൻസ് എല്ലാം നമുക്ക് ജസ്റ്റ് അത് ഹൈലൈറ്റ് ചെയ്തിട്ടോ മാർക്ക് ചെയ്തിട്ടോ പോവുക. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ആ പോർഷൻസ് എത്രത്തോളം ഇനി കവർ ചെയ്യാനുണ്ട്, എത്രത്തോളം കവർ ചെയ്തു എന്നുള്ളതിനൊക്കെ ഒരു കറക്റ്റ് ഒരു ഐഡിയ കിട്ടാനായിട്ട് നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്കിനി നമ്മളുടെ സ്റ്റഡി പ്ലാനിലേക്ക് പോവാം. അപ്പോൾ നമുക്കറിയാം നമ്മൾ 5 മാസം കൊണ്ടാണ് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കതിന് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്ന മന്ത്സ് ആണ്. ഓക്കെ, അപ്പോൾ 5 മാസം കൊണ്ട് നമുക്ക് ഓരോ വീക്കിലും ഓരോ ഡേയ്സിലും നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളതും നമ്മൾ എങ്ങനെയൊക്കെ റിവിഷൻ ചെയ്യണം, എപ്പോഴൊക്കെ നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വീക്കിലെന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് മന്ത് അതായത് week 1 to 4 നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ക്രോപ്പ് പ്രൊഡക്ഷൻ, അഗ്രോമെറ്റ്, അതുപോലെ തന്നെ നമുക്ക് സോയിലിൻ്റെ ബേസിക്സും കൂടെ നമ്മൾ ആ ഒരു ഫസ്റ്റ് വീക്കിൽ കവർ ചെയ്യും. സെക്കൻഡ് മന്തിൽ സോയിൽ ഹെൽത്ത്, ഫീൽഡ് ക്രോപ്സ് ആയിരിക്കും നമ്മളത് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഹോർട്ടിക്കൾച്ചറിൻ്റെ കുറച്ച് ബേസിക്സും കൂടെ നമ്മൾ ആ ഒരു മന്തിൻ്റെ ലാസ്റ്റ് വീക്കിലായിട്ട് നമ്മളതിലും കവർ ചെയ്യുന്നതായിരിക്കും. അടുത്തത് തേർഡ് മന്തിൽ ഹോർട്ടിക്കൾച്ചർ, പ്ലാൻ ബ്രീഡിങ്, ഫോർത്ത് മന്തിൽ ക്രോപ്പ് ഹെൽത്ത്, മെഷീനറി, അതൊക്കെ ആയിരിക്കും കവർ ചെയ്യുന്നത്. ഈ കൊടുത്തിരിക്കുന്ന എല്ലാം ഇതിൻ്റെ മാർക്കാണ്. റെസ്പെക്റ്റീവ് സബ്ജക്റ്റിൽ നിന്നും വന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും വന്നിട്ടുള്ള മാർക്കാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അതായത് അതിൻ്റെ സബ് ടോപ്പിക്സ് ആണ്, അതിൻ്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്സ് ആണ് കൊടുത്തേക്കുന്നത്. ഇനി നമ്മളുടെ ഫൈനൽ മന്തിൽ അതായത് നമ്മളുടെ 5ാമത്തെ മാസം നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് സബ്ജക്റ്റ് എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവിഷൻ, അതും കൂടെ നമ്മളെ ലാസ്റ്റ് മന്തിലായിരിക്കും നമ്മളത് കവർ ചെയ്യുന്നത്. നമുക്ക് എല്ലാ മന്തിലും എല്ലാ വീക്കിൻ്റെ അവസാനം നമ്മൾ ഈ ഒരു റിവിഷൻ നടത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഫൈനൽ റിവിഷൻ എന്ന് പറയുന്നതും അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ പഠിച്ച ടോപ്പിക്സ് എല്ലാം റിവൈസ് ചെയ്യുക. നിങ്ങൾ നോട്ട്സ് എഴുതി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതെല്ലാം ഒന്ന് റിവൈസ് ചെയ്യുക. മോക്ക് ടെസ്റ്റുകൾ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നേരത്തെ ഒരു സിലബസിൽ കാണിച്ചതുപോലെ നമുക്കറിയാം ഇതിന് 10 modules ആണുള്ളത്. 10 modules നമുക്ക് മൊത്തത്തിൽ 100 മാർക്കിലാണ് എക്സാം വരുന്നത്. അപ്പോൾ ഓരോ മൊഡ്യൂളും ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്രോപ്പ് പ്രൊഡക്ഷൻ പ്രിൻസിപ്പിൾസ്, അതിൽ എഗ്രോണമി, ഫാമിംഗ് സിസ്റ്റം, വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് എല്ലാം ഇതിലാണ് വരുന്നത്. നെക്സ്റ്റ് വൺ അഗ്രോ മെറ്റീരിയോളജി, അപ്പോൾ അതിൽ വെതർ, ക്ലൈമറ്റ് ആൻഡ് കേരള ക്രോപ്പ് സീസൺസ് ഒക്കെ വരും. സോയിൽ ഹെൽത്ത് ആൻഡ് സോയിൽ ഫെർട്ടിലിറ്റി, അതിൽ നമുക്കറിയാം സോയിൽ സയൻസ്, ഇറോഷൻ, പ്ലാൻ ന്യൂട്രീഷൻ, ഇൻറ്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെൻറ്റ്, അതെല്ലാം സോയിൽ ഹെൽത്ത് ആൻഡ് ഫെർട്ടിലിറ്റിയിലാണ് വരുന്നത്. നെക്സ്റ്റ് ഫീൽഡ് ക്രോപ്സ് ആൻഡ് പ്രൊഡക്ഷൻ, അതിൽ ഈ ക്രോപ്സ് എല്ലാം റൈസ്, സീരിയൽസ്, ടെപ്പിയോക്ക, ഫോഡർ, പൾസസ്, ഓയിൽ സീഡ്സ് എല്ലാം വരും. നെക്സ്റ്റ് ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ്, അപ്പം ഫീൽഡ് ക്രോപ്സ് വേറെയാണ്, ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് വേറെയാണ്. അപ്പോൾ അത് അടുത്ത മൊഡ്യൂളാണ്. നെക്സ്റ്റ് വൺ പ്ലാൻ ബ്രീഡിംഗ് ആൻഡ് ഫിസിയോളജി, അതിൽ ജെനറ്റിക്സ്, പ്ലാൻ ബ്രീഡിംഗ് ടെക്നിക്സ് ആൻഡ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. നെക്സ്റ്റ് വൺ ക്രോപ്പ് ഹെൽത്ത് മാനേജ്മെൻറ്റ്, അതിൽ എൻഡമോളജി, പെത്തോളജി, വീഡ് മാനേജ്മെൻറ്റ് എല്ലാം ഇതിൽ കവറാകും. നെക്സ്റ്റ് വൺ അഗ്രോ മെഷീനറി ആൻഡ് പവർ ആൻഡ് ഇറിഗേഷൻ. നെക്സ്റ്റ് അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ. ദ ലാസ്റ്റ് വൺ ഈസ് പ്രൊഡക്ഷൻ എക്കണോമിക്സ് ആൻഡ് മാർക്കറ്റിംഗ്. സോ നമുക്കറിയാം ഇതിൽ ഓരോന്നിലും നമുക്ക് എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നുള്ളതും കൂടെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വെയിറ്റേജ് അനുസരിച്ചിട്ട് പഠിക്കുക. ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിട്ടുള്ള പോർഷൻസിന് നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഓക്കെ, അപ്പോൾ നമുക്ക് 5 മാസം എന്ന് പറയുമ്പോൾ 22 ആഴ്ചയുണ്ട്. അപ്പോൾ ആ 22 ആഴ്ചയിലും നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഓരോ ആഴ്ചയും എന്താണ് നമ്മൾ കവർ ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വീക്കിൽ ക്രോപ്പ് പ്രൊഡക്ഷൻ, സെക്കൻഡ് വീക്കും
ക്രോപ്പ് പ്രൊഡക്ഷൻ്റെ ബാക്കി തീരുന്നില്ല. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. 3rd വീക്കിൽ അഗ്രോമെറ്റീരിയോളജി, 4th വീക്കിൽ സോയിൽ ഹെൽത്ത് ആൻഡ് ഫെർട്ടിലിറ്റി. അപ്പോൾ അതിൻ്റെ സോയിൽ സയൻസിൻ്റെ ബേസിക്സ് നമ്മൾ ഈ 4th വീക്കിൽ കവർ ചെയ്യും. 5th വീക്കിൽ അതിൻ്റെ ബാലൻസ് സോയിൽ ഹെൽത്ത് ആൻഡ് ഫെർട്ടിലിറ്റിയുടെ കണ്ടിന്യൂഷൻ. 6th വീക്കിൽ ഫീൽഡ് ക്രോപ്സ്, 7th വീക്കിലും ഫീൽഡ് ക്രോപ്സ്, 8th വീക്കിൽ ഹോർട്ടിക്കൾച്ചർ ആൻഡ് 9th വീക്കിലും ഹോർട്ടിക്കൾച്ചർ, 10th വീക്കിൽ ഹോർട്ടിക്കൾച്ചർ. ആൻഡ് അതൊരു വാസ്റ്റ് ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഓരോ വീക്കും നമ്മളത് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് തന്നെ. 11th വീക്കിൽ പ്ലാൻ ബ്രീഡിങ്. ഓക്കെ, പിന്നെ 12th വീക്കിൽ പ്ലാൻ ഫിസിയോളജി, 13th വീക്കിൽ ക്രോപ്പ് ഹെൽത്ത് ആൻഡ് അതിൽ എൻഡമോളജി ഉണ്ട്. നെക്സ്റ്റ് പെത്തോളജി, അത് കഴിഞ്ഞ് വീഡ് മാനേജ്മെൻറ്റ്. ഓക്കെ, 16ാമത്തെ ആഴ്ച നമ്മൾ എന്ത് ചെയ്യും? അഗ്രോ മെഷീനറി. 17 പവർ ആൻഡ് ഇറിഗേഷൻ, 18th അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ, 19th വീക്കിൽ പ്രൊഡക്ഷൻ എക്കണോമിക്സ്. അപ്പം ഇതോടുകൂടി നമ്മളുടെ എന്ത് തീർന്നു? സബ്ജക്റ്റുകളെല്ലാം, എല്ലാ സബ്ജക്റ്റും നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് ഉള്ളത് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് മേജറായിട്ട് വരും നമ്മുടെ റിവിഷൻ. അതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 വീക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിവിഷന് വേണ്ടി മാത്രം നമ്മൾ ഓരോ വീക്കിൻ്റെയും ലാസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ ഒരു വീക്ക് പഠിച്ചത് എന്താണോ അത് നമ്മൾ ഓൾറെഡി റിവൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടിയും ഫൈനൽ റിവിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 3 വീക്ക് കംപ്ലീറ്റ്ലി കൊടുക്കുന്നുണ്ട്. അതായത് റിവിഷൻ 1, റൗണ്ട് 1, റൗണ്ട് 2 ആൻഡ് ദ ഫൈനൽ വീക്ക് ഈസ് ഫൈനൽ റിവിഷൻ. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ മാത്രം അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾക്ക് പഠിച്ചതൊക്കെ കറക്റ്റ് ആയിട്ടാണോ, നമ്മളുടെ ടൈം മാനേജ്മെൻറ്റ് അതെല്ലാം സെറ്റ് ചെയ്യുന്നൊരു വീക്കായിരിക്കും വീക്ക് 22 എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിനി ഓരോ വീക്കിനും ഓരോ ദിവസത്തിലും എന്തൊക്കെ പഠിക്കാമെന്നുള്ളത് കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം ഞാനതിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല. അത് നമുക്കിവിടെ ഓരോ ദിവസവും കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനതിൻ്റെ ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് ഞാനതൊന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ് വീക്ക് ഞാൻ പറഞ്ഞു ക്രോപ്പ് പ്രൊഡക്ഷനാണ്. ഫസ്റ്റ് വീക്കും സെക്കൻഡ് വീക്കും ക്രോപ്പ് പ്രൊഡക്ഷനാണ്. ഓക്കെ, അപ്പം അതിൽ ഫസ്റ്റ് വീക്കിൽ നമ്മൾ അഗ്രോണമി, സീഡ്സ് ആൻഡ് ടില്ലേജ് ഈ ഒരു പോർഷൻസ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം ഓരോ ദിവസം, അതായത് 7 ദിവസം നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഓരോ ദിവസവും കംപ്ലീറ്റ് ചെയ്യേണ്ട പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമുക്ക് ഓരോ ആഴ്ചയും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആഴ്ചയുടെ ലാസ്റ്റ് ദിവസം എന്ന് പറയുന്നത് നമുക്ക് റിവിഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ റിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം? ഒന്നില്ലെങ്കിൽ നമ്മൾ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ തന്നെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, അതല്ലാത്ത കുറച്ച് പേരുണ്ട്, നമുക്കിത് ഇനി മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ അതും നല്ലതാണ്. അപ്പം ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വയ്ക്കുക, അത് ഓൾറെഡി അത് ആദ്യം വായിക്കുക, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യുക. അതായിരിക്കും ഏറ്റവും നമുക്ക് കുറച്ചുകൂടെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് അതായിരിക്കും. നമ്മൾ രണ്ടും ഒരുപോലെ കൊണ്ടുപോകാം. മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് വീക്കിൽ അഗ്രോണമി, സീഡ്സ്, ടില്ലേജ് ഇതായിരിക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് വീക്കിൽ നമ്മൾ എന്താ പറയുക ക്രോപ്പ് പ്രൊഡക്ഷൻ തന്നെയാണ്, അതിൻ്റെ ഫാമിംഗ് സിസ്റ്റംസ് ആൻഡ് വാട്ടർ ഷെഡ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ അടുത്ത ആഴ്ചയും അതുപോലെ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ടോപ്പിക്സ് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഓരോ ദിവസവും നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കാണാനായിട്ട് പറ്റും. ആസ് യു ഓൾ നോ ദാറ്റ് ഫൈനൽ ഡേ ഓഫ് ദ വീക്ക് എന്ന് പറയുന്നത് നമുക്ക് റിവിഷന് വേണ്ടിയിട്ടുള്ളതും സെൽഫ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ളതും അസസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു ഇതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ക്രോപ്പ് പ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതായത് അഗ്രോണമി പോർഷൻസ് ആണ് അത് മെയിനായിട്ടും. അപ്പോൾ അതിൽ വരുന്ന നമുക്ക് കഴിഞ്ഞ അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റ് എക്സാമിന് ഏറ്റവും ഈസി ആയിട്ട് വന്നതും ഏറ്റവും ടഫായിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും എങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക, അല്ലെങ്കിൽ അതിൻ്റെ ടഫ്നെസ് ലെവൽ ഏത് റേഞ്ചിൽ വരും എന്നുള്ളതിന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇവിടെ കൊടുത്തേക്കുന്നത്. സോ നമുക്കത് ക്വസ്റ്റ്യൻസിലൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ ഈസിയസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെലക്ട് ദ സ്യൂട്ടബിൾ ക്രോപ്പ് ഫോർ റട്ടൂൺ ക്രോപ്പിംഗ്, ബനാന, ഗ്രൗണ്ട്നട്ട്, കോക്കനട്ട്, ടപ്പിയൊക്ക. നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതെന്താണ് ആൻസർ? ബനാനയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് പാർട്ട്, അതായതായിരുന്നു ക്രോപ്പ് പ്രൊഡക്ഷനിലെ ഏറ്റവും ടഫായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. Calculate the quantity of urea required for 100 numbers of 25-year-old coconut palms under average management. അപ്പോൾ ഇതിന് നമുക്ക് റെക്കമെൻഡേഷൻ അറിയണം, അതായത് കോക്കനട്ടിൻ്റെ ന്യൂട്രിയൻ റെക്കമെൻഡേഷൻ എന്താണെന്നുള്ളത് അറിയണം, അതുപോലെ തന്നെ യൂറിയയിൽ എത്ര നൈട്രജൻ കണ്ടന്റ് ഉണ്ടെന്നുള്ളത് അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലേ? അപ്പം ഇതിൻ്റെ ആൻസർ വരുന്നത് 74 kg ആണ്.
സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, അതായത് ന്യൂമറിക്കൽസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് ന്യൂമറിക്കൽസ് കൂടെ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തത് നമുക്ക് 3rd വീക്കാണ്, അഗ്രോമെറ്ററോളജി ആണ്. അതിൽ വെതർ, ക്ലൈമറ്റ് ആൻഡ് കേരള സീസൺസ് അതെല്ലാം വരുന്നത് ഈ അഗ്രോമെറ്ററോളജിയുടെ അണ്ടറിലാണ്. ഓക്കെ, നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ബേസിക്സ് മുതൽ നമുക്ക് മൊത്തത്തിൽ ഉള്ള, അതായത് കേരള ക്രോപ്പിംഗ് സീസൺസ്, ഞാറ്റുവേല എന്താണ്, മൺസൂൺസ് എങ്ങനെയാണ്, കേരള കണ്ടീഷൻസിൽ എങ്ങനെയാണ് എന്നുള്ളത്, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച്, അഡാപ്ഷൻ, വൾണറബിലിറ്റി അതെല്ലാം ഇതിൽ വരും. അതുപോലെ തന്നെ നമുക്കറിയാം ഡ്രൗട്ട്സിൻ്റെ ടൈപ്സ്, ഡിസാസ്റ്റർ മിറ്റിഗേഷൻ, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളിത് ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് നോക്കുക. ആൻഡ് ഫൈനൽ ഡേ റിവിഷൻ പ്ലസ് സെൽഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് either നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ടും ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് നോട്ട്സുകൾ നോക്കാം, ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്തു പോവാം. അതെല്ലാം നമ്മൾ ആ ഒരു വീക്കിൻ്റെ ലാസ്റ്റ് ഡേയിൽ ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ഈ ഒരു അതായത് നമുക്ക് കഴിഞ്ഞ അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റിന് നമുക്ക് ഈ ഒരു അഗ്രോമെറ്ററോളജിയിൽ നിന്ന് വന്നിട്ടുള്ള നമുക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അത് നിങ്ങൾ വായിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നമുക്ക് എത്രത്തോളം ഏത് ലെവലിൽ ക്വസ്റ്റ്യൻസ് വരും. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പം ഇത് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ്സിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. അതുപോലെ തന്നെ കേരളത്തിലെ സീസൺസ്. അപ്പം ഇത് കണ്ടോ, ഇത് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇനിയിപ്പോൾ കൂടുതലായിട്ടും നമ്മളത് എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു 1 വേർഡ് ആയിട്ടുള്ള നമുക്ക് ആൻസർ ആയിരിക്കില്ല, നമുക്ക് ഡയറക്റ്റ് MCQ ആയിരിക്കില്ല. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ്, അസേർഷൻ, റീസൺ, അതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് പോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യണം. അത് ആ ഒരു രീതിയിൽ വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മളിനി വീക്ക് 4th വീക്കിൽ നമ്മൾ സോയിൽ ഹെൽത്ത് ആൻഡ് ഫെർട്ടിലിറ്റി ആണ്. അതിൽ നമ്മൾ കവർ ചെയ്യുന്നത് സോയിൽ ബേസിക്സ്, പ്രൊഫൈൽ ആൻഡ് ടാക്സോണമി. അപ്പം അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മളിവിടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റിലത്തെ റിവിഷൻ, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ്, സെൽഫ് ടെസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് വീക്ക് 5 അതിൽ സോയിൽ ഹെൽത്ത് ആൻഡ് ഫെർട്ടിലിറ്റി അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യും നമ്മൾ, കാരണം അത് തീരുന്നില്ലല്ലോ, വലിയൊരു പോർഷൻ ആണല്ലോ, നമുക്കറിയാം സോയിലിൻ്റെ. അപ്പോൾ അതിൽ ഇറോഷൻ, ന്യൂട്രീഷൻ ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഇതിൽ ഈ ന്യൂട്രിയൻസ് ആൻഡ് മാനൂസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ കാൽക്കുലേഷൻസ് അത് നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം. കാൽക്കുലേഷൻസ് നമ്മൾ നേരത്തെ കണ്ടല്ലോ, അപ്പോൾ അതിലിങ്ങനെ കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. അപ്പം എപ്പോഴും നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ന്യൂമറിക്കൽസ് ഉള്ള പോർഷൻ ആണെങ്കിൽ ന്യൂമറിക്കൽസ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, ആൻഡ് ആ ഒരു വീക്കിൽ ലാസ്റ്റ് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് സാധനം റിവിഷൻ ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ഈ സോയിൽ ഹെൽത്ത് ആൻഡ് ഫെർട്ടിലിറ്റിയുടെ ഈസി ആയിട്ടുള്ളതും ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഹു ഇസ് ദ ഫാദർ ഓഫ് സോയിൽ സയൻസ്? അത് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്കതിൻ്റെ ആൻസർ നമുക്കതിൻ്റെ അറിയാനായിട്ട് പറ്റും. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതായിരുന്നു എന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം USLE, അതായത് യൂണിവേഴ്സൽ സോയിൽ ലോസ് ഇക്വേഷനിലായിരുന്നു ക്വസ്റ്റ്യൻ വന്നത്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് 1, 2 അല്ലെങ്കിൽ 2, 4 എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഉള്ള ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് വീക്ക് 6. വീക്ക് 6 നമ്മൾ എന്താ കവർ ചെയ്യാൻ പോകുന്നത്? ഫീൽഡ് ക്രോപ്സ് ആണ്. ഫീൽഡ് ക്രോപ്സ് എന്ന് പറയുന്ന സമയത്ത് റൈസ്, സീരിയൽസ്, മില്ലറ്റ്സ് അങ്ങനത്തെയുള്ള ക്രോപ്സുകളാണ് നമ്മളിതിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കേരള കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കേരളത്തിലത്തെ ക്രോപ്സിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കേരളത്തിലത്തെ ഫീൽഡ് ക്രോപ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. നമുക്കറിയാം, ഇതിപ്പം റൈസാണ് നമ്മൾ 4 ദിവസം കവർ ചെയ്യുന്നത്. അതിൻ്റെ ക്ലൈമറ്റ് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ടെക്നോളജി കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ മെയ്സ്, സോർഗം, ബാർലി, ഓട്സ് അത് എല്ലാതും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കേരളത്തിലത്തെ ഫീൽഡ് ക്രോപ്സിനാണെന്നുള്ളത് കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് നമ്മളുടെ ഫീൽഡ് ക്രോപ്സ് നമ്മൾ കഴിയുന്നില്ല. ടപ്പിയോക്ക, ഫോഡർ, ട്യൂബർ ക്രോപ്സ് ആൻഡ് പൾസ് ക്രോപ്സ്. ഓക്കെ, അപ്പം അതും നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണെന്നുള്ളത്. അത് നിങ്ങൾക്ക് സിലബസ് നോക്കിയാലും കാണാനായിട്ട് പറ്റും. സോ നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പം ഈസി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ഹൈബ്രിഡ് നേപ്പിയർ ഗ്രാസ്. ഇങ്ങനെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റും നോട്ട് കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രിക്കി ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അത് നമ്മൾ ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് വായിക്കാം. ഓക്കെ, അപ്പം അതിൻ്റെ ആൻസർ ഇവിടെ നമ്മൾ ഓപ്ഷൻസ് ഉണ്ട്, അപ്പോൾ നമുക്ക് ജസ്റ്റ് വായിക്കാം. ഇനി അടുത്തത് ടഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ന്യൂമറിക്കൽസ് തന്നെയാണ്. അതായത് ഇത് ഏത് സ്വീറ്റ് പൊട്ടറ്റോൻ്റെ ഇതിൽ നമുക്ക് തന്നിട്ടുണ്ട്. ജസ്റ്റ് കാൽക്കുലേഷൻസ് മാത്രം ചെയ്താൽ മതി. പെർ ഹെക്ടറിന് എത്ര kg യൂറിയ വേണം എന്നുള്ളത് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് യൂറിയയിൽ എത്ര നൈട്രജൻ ഉണ്ട്, ഇല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള
ബേസിക് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം പഠിച്ചു വെക്കുക. ഓക്കെ, സോ നമുക്ക് വീക്ക് 8 നമ്മൾ ഹോർട്ടിക്കൾച്ചറാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അതിൽ വെജിറ്റബിൾസ് ആൻഡ് പ്ലാന്റേഷൻ ക്രോപ്സ് ആണ്. അപ്പോൾ നമുക്കതിൽ ഏതൊക്കെ ക്രോപ്സ് ഏതൊക്കെ ദിവസം കവർ ചെയ്യണം എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ഹെക്റ്റിക് ആണ്, കാരണം നമുക്ക് ഇത്രയും ക്രോപ്സ് കവർ ചെയ്യണം. ഇതെല്ലാം ഇതിൻ്റെ റെക്കമെൻഡേഷൻ, ക്രോപ്പ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഓർത്ത് വെക്കാനായിട്ട് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് ഹെക്റ്റിക് ആണ്. പക്ഷേ നമ്മൾക്ക് ഷോർട്ട് നോട്ട്സ് എഴുതിയിട്ടും നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ രീതി, എങ്ങനെ നമുക്കതൊക്കെ ഓർത്തെടുക്കാം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നിങ്ങളത് പഠിക്കുക. ഓക്കെ, എൻ്റെ ലാസ്റ്റ് ആ ഒരു വീക്കിലത്തെ ലാസ്റ്റ് ഡേ, അതായത് ഡേ 52 നമുക്കതിൻ്റെ റിവിഷനും സെൽഫ് ടെസ്റ്റ് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകളെല്ലാം ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വീക്ക് 9 അതിൽ നമുക്ക് വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഹോർട്ടിക്കൾച്ചർ കുറച്ചുകൂടെ വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ സ്പൈസസ്, മെഡിസിനൽ ആൻഡ് ഫ്രൂട്ട്സ് ക്രോപ്സ് അതാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഏതൊക്കെയായിരുന്നു വെജിറ്റബിൾ ആൻഡ് പ്ലാന്റേഷൻ ക്രോപ്സ് ആണ് തീർത്തത്. ഇനി അടുത്തത് നമ്മൾ കവർ ചെയ്യുന്നത് സ്പൈസസ്, മെഡിസിനൽ ആൻഡ് ഫ്രൂട്ട് ക്രോപ്സ്. ഓക്കെ, അപ്പം അത് ക്രോപ്സ് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേ അതിൻ്റെ റിവിഷനും ടെസ്റ്റും മോക്ക് ടെസ്റ്റും ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് വീണ്ടും ഹോർട്ടിക്കൾച്ചറിൽ തന്നെ ഫ്ലോറിക്കൾച്ചർ, പ്രൊപ്പഗേഷൻ, സീഡ് ടെക്നോളജി കൂടെ നമ്മൾ ആ ഒരു ഇതിൽ കവർ ചെയ്യണം. ഓക്കെ, അപ്പം അതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതായത് നമുക്കിപ്പം സീഡ് പ്രൊഡക്ഷൻ നമുക്കറിയാമല്ലോ. അപ്പോൾ അതായത് ഓരോ ക്രോപ്സിൻ്റെയും എങ്ങനെയൊക്കെയാണ് സീഡ് പ്രൊഡക്ഷൻ ടെക്നോളജി എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതെല്ലാം നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നിങ്ങൾ നോക്കുക. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഏതൊക്കെ ടോപ്പിക്സാണ് കവർ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നോക്കിയിട്ട് മാർക്ക് ചെയ്തിട്ട് പോകുക. സിലബസ് എടുത്ത് വെക്കുക. നിങ്ങൾ പഠിക്കുന്ന ഓരോ ദിവസം പഠിച്ചു കഴിഞ്ഞത് നമ്മൾ ആ ഒരു സിലബസിൽ തന്നെ മാർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. കാരണം നമ്മൾ പഠിച്ചു തീർന്നു, ഇനി ഏതൊക്കെ പെൻഡിങ് ഉണ്ടെന്നുള്ളതൊക്കെ അറിയാനായിട്ട് പറ്റും. ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് നമുക്ക് റിവിഷനാണ്. അതുപോലെ തന്നെ നമുക്കറിയാലോ ഈ ഒരു ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത് കുറച്ചധികം വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അല്ലേ. അപ്പം നമുക്ക് അതിൻ്റെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒരു റിവിഷൻ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ടഫാണ്. പക്ഷെ സ്റ്റിൽ നമ്മൾ ആ ഒരു നിങ്ങൾ ഉറപ്പ് വരുത്തണം, അതായത് നമ്മൾ ആ ഒരു കംപ്ലീറ്റ് ടോപ്പിക്ക് നമ്മളത് റിവൈസ് ചെയ്തു. കാരണം ഈസി ആയിട്ട് നമുക്ക് മറക്കാനായിട്ട് നമുക്ക് പറ്റുന്നൊരു സബ്ജക്റ്റാണ്. കാരണം ഇത്രയും പോയിന്റ്സ് നമുക്ക് ഓർത്ത് വെക്കണമല്ലോ. അപ്പം അത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ആ ഒരു ഫുൾ ഹോർട്ടിക്കൾച്ചർ ടോപ്പിക്സ് റിവിഷൻ ചെയ്തു, നിങ്ങൾക്കത് നിങ്ങൾ വൃത്തിയായിട്ട് തന്നെ പഠിച്ചു എന്നുള്ളത് കൂടെ ഉറപ്പ് വരുത്തുക. ഓക്കെ, നമുക്കതിൻ്റെ ഈസി ക്വസ്റ്റ്യനും ടഫ് ക്വസ്റ്റ്യനും ജസ്റ്റ് ഒന്ന് നോക്കാം. വിച്ച് സ്പൈസ് ഈസ് നോൺ ആസ് ദ ക്യൂൻ ഓഫ് സ്പൈസസ്? നമുക്കറിയാം കാർഡമോ ആണ്. അപ്പോൾ അത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ടഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫോർ ഇൻഡ്യൂസിങ് യൂണിഫോം ഫ്ലവറിംഗ് ഇൻ പൈനാപ്പിൾ വാട്ട് കോൺസെൻട്രേഷൻ ഓഫ് എത്തഫോൺ ഈസ് യൂസ്ഡ് ടു പ്രിപ്പയർ അക്വസ് സൊല്യൂഷൻ? ഓക്കെ, അപ്പം ഇതിന് നമുക്ക് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടെ ആ ഒരു വാല്യൂസ് എല്ലാം കറക്റ്റായിട്ട് ഓർത്ത് വെക്കണം. അപ്പം അതാണ് ഇപ്പം ഈ ഒരു ടോപ്പിക്കിലെ ടഫ് ക്വസ്റ്റ്യൻ ആയിട്ട് കഴിഞ്ഞ അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റിന് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വീക്ക് 11 എന്ന് പറയുന്നത് പ്ലാൻ ബ്രീഡിംഗ് ആണ്. ഓക്കെ, അതിൽ ജെനറ്റിക്സ് ആൻഡ് പ്ലാൻ ബ്രീഡിംഗ് ടെക്നിക്സ് ആണ് നമ്മൾ വീക്ക് 11 കവർ ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് ഡേ ഓഫ് ദി വീക്ക് എന്ന് പറയുന്നത് റിവിഷൻ. ഓക്കെ, അടുത്ത വീക്ക് 12. വീക്ക് 12 എന്ന് പറയുന്നത് പ്ലാൻ ഫിസിയോളജി ആണ്. അതായത് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാമല്ലോ, നമുക്ക് ഈ ഫിസിയോളജിക്കൽ പ്രോസസ്സുകളൊക്കെ നമ്മൾ ഇതിൽ പഠിക്കണം. അതുപോലെ തന്നെ ഗ്രോത്ത് റെഗുലേറ്റർ, സ്ട്രെസ് എന്തൊക്കെയാണെന്നുള്ളത്, സ്ട്രെസ് ഫിസിയോളജി, അതെല്ലാം ഈ ഒരു വീക്കിൽ നമ്മൾ കവർ ചെയ്യണം. അതായത് നമ്മൾ റെസ്പിറേഷൻ, ട്രാൻസ്പിറേഷൻ, ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീക്കിൽ കവർ ചെയ്യും. ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ നടത്തുക, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈസി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോസ് ഓർ എക്സുഡേഷൻ ഓഫ് വാട്ടർ ആസ് ലിക്വിഡ് ഡ്രോപ്ലെറ്റ് ഫ്രം ദ ലീവ്സ് ഓർ അതർ അൺഇഞ്ചേർഡ് പ്ലാന്റ് പാർട്സ് ആർ കോൾഡ്. എന്താണ് നമുക്കറിയാം, ഗട്ടേഷൻ ആണ്. ഇനി അതുപോലെ തന്നെ ടഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് നോവൽ സ്ട്രാറ്റജി വാസ് അഡോപ്റ്റഡ് ടു പ്രിവെൻറ്റ് ഇൻഫെസ്റ്റേഷൻ ഓഫ് ദ നെമറ്റോഡ് മെലോഡിഗൈനി ഇൻകോഗ്നിറ്റ ഓൺ ടൊബാക്കോ റൂട്ട്സ്. അപ്പം നമുക്കറിയണം, നമുക്കത് ആ ഒരു പോർഷൻ നമ്മൾ വൃത്തിയായിട്ട് പഠിച്ച ഒരാൾക്ക് മാത്രമേ ഈ ഒരു ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് RNA ഇൻ്റർഫറൻസ് ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വീക്ക് 13 ക്രോപ്പ് ഹെൽത്ത്. അതായത് ക്രോപ്പ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ചെയ്യുന്നത് നമ്മൾ എൻഡമോളജിയാണ്. ക്രോപ്പ് ഹെൽത്തിൽ വരുന്ന ഏതൊക്കെയായിരുന്നു? എൻഡമോളജി, പെത്തോളജി, അതുപോലെ തന്നെ വീഡ് മാനേജ്മെൻറ്റ്. നമ്മൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് ആ സിലബസിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റത്തെ അതായത് വീക്ക് 13 നമ്മൾ കവർ ചെയ്യുന്നത് ഇൻസെക്ട്, പെസ്റ്റ് ആൻഡ് IPM ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ക്ലാസിഫിക്കേഷൻ ബേസിക്സ് ആണ് നമ്മളത് മൊത്തത്തിൽ കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് വന്നിട്ട് പ്ലാന്റ് ഡിസീസ് ആൻഡ് ഇതിൻ്റെ അടുത്ത പെത്തോളജിയിലുള്ള പ്ലാന്റ് ഡിസീസസ്, അത് ബയോ കൺട്രോൾ, അതായിരിക്കും നമ്മൾ നെക്സ്റ്റ് വീക്ക് കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ,
നെക്സ്റ്റ് വീക്ക് 15 ആയി. അപ്പോൾ അതിൽ നമുക്ക് ക്രോപ്പ് ഹെൽത്ത്, വീഡ് മാനേജ്മെൻ്റ് ആണ്. വീഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം അഗ്രോണമിയിലെ ടോപ്പിക്കാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇതിലാണ് പഠിക്കുന്നത്, ക്രോപ്പ് ഹെൽത്തിലാണ് നമ്മളിത് പഠിക്കുന്നത്. ഓക്കെ, അപ്പം വീഡ്സിൽ പഠിക്കുമ്പോൾ വീഡ്സ് പഠിക്കണം, ഹെർബിസൈഡ് പഠിക്കണം, മാനേജ്മെൻറ്റ് പഠിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഓരോ ക്രോപ്സിൻ്റെയും വീഡ് മാനേജ്മെൻറ്റ് റൈസ്, കോക്കനട്ട്, ബനാന, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മൾ ഒരു കേരളത്തിലുള്ള ഫീൽഡ് ക്രോപ്സ് ആണെങ്കിലും പ്ലാന്റേഷൻ ക്രോപ്സ്, ഏത് ക്രോപ്സ് ആയിക്കോട്ടെ, കേരളത്തിലത്തെ ക്രോപ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കുക. അത് വീഡ് മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമുക്ക് ഏതാക്കിയാം പെസ്റ്റും ഡിസീസും നമ്മൾ അത്തരത്തിലൊരു ഇമ്പോർട്ടൻ്റ് കൊടുത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, നമുക്ക് അതുപോലെ തന്നെ ഇതാണ് ഹയസ്റ്റ് വെയിറ്റേജ് ഉള്ള ഒരു മൊഡ്യൂളാണ് ഏതാ ക്രോപ്പ് ഹെൽത്ത് എന്ന് പറയുന്നത്, പെത്തോളജി, എൻഡമോളജി, വീഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കതിൽ വന്നിട്ടുള്ള ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ഇൻസെക്ടിസൈഡ്. ഓക്കെ, അപ്പോൾ നമുക്കതിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാ ഇൻസെക്ടിസൈഡ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ടഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പാരസിറ്റോഡ് ദാറ്റ് സക്സസ്ഫുള്ളി സപ്രസ്ഡ് ദ പപ്പായ മീലിബഗ് പോപ്പുലേഷൻ ഇൻ കേരള. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിലും അത് നമുക്ക് എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. കേരളത്തിലത്തെ കണ്ടീഷൻസിൽ വെച്ചിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള ആ ഒരു മീലിബഗിൻ്റെ പോപ്പുലേഷൻ ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള പാരസിറ്റോയിഡ് ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത വീക്ക് 19 എന്ന് പറഞ്ഞാൽ അഗ്രോ മിഷനറിയാണ്. അതിന് 10 മാർക്കാണ് ആ ഒരു പോർഷൻ നമ്മൾ സാധാരണയായിട്ട് വരുന്നത്. നമുക്ക് സിലബസിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഇംപ്ലിമെൻറ്റ്സ് പഠിക്കണം, സ്പ്രേയേഴ്സ് പഠിക്കണം, ഹാർവെസ്റ്റിംഗ് പഠിക്കണം. ഓക്കെ, ആൻഡ് ആ ഒരു വീക്കിൻ്റെ ലാസ്റ്റ് നമ്മൾ ആ ഒരു കംപ്ലീറ്റ് സാധനം നമ്മൾ റിവിഷൻ ചെയ്യണം, മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമുക്ക് വീക്ക് 17 എന്ന് പറയുന്നത് പവർ ആൻഡ് ഇറിഗേഷൻ ആണ്. അതിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഫാം പവർ, എനർജി ആൻഡ് ഇറിഗേഷൻ ആക്ച്വലി ഒരു അഗ്രോണമിക് ടോപ്പിക് ആണെങ്കിലും നമ്മൾ കവർ ചെയ്യുന്നത് ഈ ഒരു പവർ ആൻഡ് ഇറിഗേഷൻ എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിലാണ്. ഓക്കെ, 10 മാർക്കാണ് അതിൻ്റെ ഇത് വരുന്നത്, നേരത്തെ പറഞ്ഞല്ലോ അല്ലേ. ഇനി അടുത്തത് ഇതിൽ വന്നിട്ടുള്ള ഈസി ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്, ഒരു ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്. അപ്പം ഈസി ക്വസ്റ്റ്യൻസ് എപ്പോഴും ഒരു ഡയറക്റ്റ് MCQ തന്നെ ആയിരിക്കും. പക്ഷേ എപ്പോഴും ടഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആയിരിക്കാം. ഇനി നമുക്ക് അതുപോലെ തന്നെ അസേർഷൻ റീസൺ ആവാം, മാച്ച് ദ ഫോളോയിങ് ആവാം. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതലായിട്ടും എക്സ്പെക്റ്റ് ചെയ്യുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുമ്പോഴും കൂടുതലായിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് നമ്മളുടെ വീക്ക് 18 അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ ആണ്. അഗ്രികൾച്ചർ എക്സ്റ്റൻഷന് 7 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം അതിൽ കവർ ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഫുൾ ഫോമും കൂടെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഷോർട്ട് ഫോം തന്നിട്ട് അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് എക്സാമിന് ചോദിച്ച് വരാറുണ്ട്. അപ്പോൾ അത് പഠിക്കണം. അതുപോലെ തന്നെ ടെക്നോളജി ട്രാൻസ്ഫർ, ഓക്കെ, അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മളിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീക്കിൻ്റെ ലാസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ റിവിഷനും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ്. നെക്സ്റ്റ് ഇതിൽ നമ്മൾ വീണ്ടും പറഞ്ഞിതാക്കുന്നില്ല, കാരണം ഇതിൽ വന്നിട്ടുള്ള ഒരു ഈസി ക്വസ്റ്റ്യനും ഒരു ടഫ് ക്വസ്റ്റ്യനും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് വായിച്ചു നോക്കുക. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു റേഞ്ച് എങ്ങനെയാണ്, എവിടെ നിന്ന് എത്രത്തോളം ടഫ് ആവും എന്നുള്ളത് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഈസി ക്വസ്റ്റ്യനും ടഫ് ക്വസ്റ്റ്യനും ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് വീക്ക് 19. അപ്പോൾ നമ്മളുടെ അത് തീരാറാവുകയാണ്. ഓക്കെ, അതിൽ നമ്മൾ കവർ ചെയ്യുന്നത് പ്രൊഡക്ഷൻ എക്കണോമിക്സ് ആണ്. അതിൽ റൂറൽ എക്കണോമി ആൻഡ് മാർക്കറ്റിംഗ്, അതായത് കംപ്ലീറ്റ് നമ്മൾ ആ എക്കണോമിക്സിൻ്റെ പോർഷൻസ് എല്ലാം നമ്മൾ ഇതിൽ തന്നെ കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു വീക്ക് കഴിയുമ്പോൾ, അതായത് വീക്ക് 19 കഴിയുമ്പോൾ നമ്മളുടെ എന്തായി, നമ്മളുടെ 10 മൊഡ്യൂളും നമ്മൾ പഠിച്ചു തീർത്തു. വീക്ക്ലി നമ്മൾ അതിൻ്റെ റിവിഷൻ നടത്തി, അതിൻ്റെ മോക്ക് ടെസ്റ്റുകളും നമ്മൾ അറ്റൻഡ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ആവശ്യം, ഇനി നമുക്ക് അതിൻ്റെ ഒരു ഈസി ക്വസ്റ്റ്യനും ടഫ് ക്വസ്റ്റ്യനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളതൊന്ന് നോക്കുക. ഏതിൻ്റെ ആയിരുന്നു, പ്രൊഡക്ഷൻ എക്കണോമിക്സ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൻ്റെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളുടെ ഫസ്റ്റ് റൗണ്ട് ഓഫ് റിവിഷൻ ആണ് അടുത്തത്. ഇതിൽ വീക്ക് 20 നമ്മളുടെ ഫസ്റ്റ് റൗണ്ട് ഓഫ് റിവിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിൽ നമ്മൾ ക്രോപ്പ് പ്രൊഡക്ഷൻ ടു ഹോർട്ടിക്കൾച്ചർ വരെയാണ് നമ്മൾ റിവിഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ഓരോ ദിവസം, അതായത് ഡേ 1, അതായത് 125ാമത്തെ ദിവസം മുതൽ 131ാമത്തെ ദിവസം വരെ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്, ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ റിവിഷൻ ചെയ്യണം എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ഈസി വേ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, മാക്സിമം മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, അഡ്വാൻസ് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. നിങ്ങൾ തന്നെ ചുമ്മാ വായിച്ചു പോവാതെ നമ്മളതൊക്കെ മെമ്മറൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതായിരിക്കും ഏറ്റവും നല്ലൊരു
മെത്തേഡ് ഓഫ് റിവിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മളുടെ വീക്ക് 21 എന്ന് പറയുന്നത് സെക്കൻഡ് റൗണ്ട്. അതിൽ നമുക്ക് പ്ലാൻ ബ്രീഡിങ് ടു മാർക്കറ്റിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതായത് വീക്ക് 20യും 21 എന്ന് പറയുന്നത് നമ്മൾ ആ പഠിച്ച കംപ്ലീറ്റ് സിലബസ്, അതായത് ആ ഒരു 10 മൊഡ്യൂളും നമ്മൾ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മളുടെ ഫൈനൽ വീക്ക് എന്ന് പറയുന്നത് വീക്ക് 22. അതാണ് നമ്മുടെ ഫൈനൽ റിവിഷൻ ആയിരിക്കും. ഫൈനൽ റിവിഷനിൽ എപ്പോഴും നമ്മൾ എന്താ ചെയ്യുക? PYQs ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, അതുപോലെ തന്നെ ഡെയിലി എക്സാംസ് നിങ്ങൾ ടൈം വെച്ചിട്ട് മിനിമം ഓരോ ദിവസം ഒരു മോക്ക് ടെസ്റ്റെങ്കിലും, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റെങ്കിലും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് പഠിച്ചത് കറക്റ്റായിട്ടാണോ? ടൈം മാനേജ്മെൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും ടൈം മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു സമയത്തിനുള്ളിൽ തീർക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ് അല്ലേ. അപ്പോൾ അതുകൂടെ ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു വീക്ക് എന്നുള്ളതല്ല, നമ്മളെപ്പം ടൈം കിട്ടുമ്പോഴും നമ്മൾ മോക്ക് ടെസ്റ്റുകളോ അതുപോലെ സെക്ഷണൽ ടെസ്റ്റുകൾ മാക്സിമം ക്വസ്റ്റ്യൻസിലൂടെ തന്നെ കടന്നു പോകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം അതിലെന്തൊക്കെയാണ് ആ ലാസ്റ്റ് വീക്കിൽ നമ്മൾ എങ്ങനെയാണ് ഫൈനൽ പ്രിപ്പറേഷൻ, നമ്മൾ ഫൈനൽ റിവിഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം കൂടാതെ തന്നെ ഇതിൽ നമ്മളിപ്പോൾ അതായത് കറണ്ട് സ്കീംസ്, ഡാറ്റ, നമ്പേഴ്സ് ഇതെല്ലാം നമുക്കറിയാം പെട്ടെന്ന് മറന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് നമുക്ക് മറന്നു പോകുന്ന ഇപ്പം റെക്കമെൻഡേഷൻസ് ആയിക്കോട്ടെ, ന്യൂട്രിയൻ റെക്കമെൻഡേഷൻ, ഫെർട്ടിലൈസർ റെക്കമെൻഡേഷനൊക്കെ നമ്മളെപ്പോഴും അതൊക്കെ ഓർത്ത് വെക്കാനായിട്ട് ഈ ഒരു വീക്ക് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ഇത് മാക്സിമം റിവൈസ് ചെയ്യുക. നമുക്ക് ഈസി ആയിട്ട് മറന്നു പോകുന്ന ഒരു ടോപ്പിക്കും കൂടിയാണല്ലോ അത്. അപ്പം അതെല്ലാം ഈ ഒരു വീക്ക് നമ്മളുടെ ഫൈനൽ റിവിഷൻ്റെ ആ ഒരു വീക്കിൽ, അതായത് വീക്ക് 22-ൽ കംപ്ലീറ്റ് ചെയ്യാം. സോ അപ്പോൾ നമുക്ക് 5 മാസം കൊണ്ട് എങ്ങനെ അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റ് എക്സാം കംപ്ലീറ്റ് ചെയ്യാം, ആ ഒരു സിലബസ് നമുക്ക് എങ്ങനെ കവർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ്? നമ്മളെപ്പോഴും വെയിറ്റേജിനനുസരിച്ച് പഠിക്കാനായിട്ട് നോക്കുക. അതായത് കുറച്ച് മാർക്കേ ആ ഒരു പോർഷനിൽ വരുന്നുള്ളൂ എന്ന് കാണുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാതെ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ടോപ്പിക്സ് നമ്മൾ കൂടുതലായിട്ട് കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഞാൻ ഈ വീഡിയോ തുടക്കം മുതലേ പറയുന്ന ഒരു കാര്യമാണ്, ഈ കേരള PSCക്ക് നമ്മളെപ്പോഴും കേരളത്തിലത്തെ ക്രോപ്സിനും കേരളത്തിലത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, സോയിൽ ടൈപ്പ് അതിനെല്ലാം ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട്, സീസൺസ് ആണെങ്കിലും അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ക്വസ്റ്റ്യൻസ് വരുമ്പോഴും കേരള കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ടും വരുന്നത്. അതുപോലെ തന്നെ എല്ലാ വീക്കും ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ എല്ലാ വീക്കും നമ്മൾ ഓരോ പോർഷൻസ് കഴിയുമ്പോഴും അതിൻ്റെ സെക്ഷനുകൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അതല്ലാതെ നമുക്ക് മിനിമം നമ്മൾ ആ ഒരു വീക്കിൽ നമ്മൾ ഒരു ടെസ്റ്റെങ്കിലും ചെയ്തു എന്നുള്ളത് നമ്മൾ സ്വയം ഉറപ്പുവരുത്തുക. ഓക്കെ, ഇനി അടുത്ത എന്താ? നമ്മളെപ്പോഴും റിവിഷൻ ചെയ്യും. ഈ റിവിഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഷോർട്ട് നോട്ട്സ് എടുത്ത് വെച്ച് നമ്മൾ വായിച്ചു വിടും. ഓക്കെ, ഇതൊക്കെ ഓർമ്മയുണ്ടെന്നുള്ള വിചാരിച്ചിട്ട് അങ്ങനെയായിരിക്കും നമ്മൾ റിവിഷൻ ചെയ്യും. പക്ഷെ അതങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എപ്പോഴും റീഡ് അല്ല ചെയ്യേണ്ടത്, നമ്മളെപ്പോഴും റീകോൾ ചെയ്യാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. ഓക്കെ, പിന്നെ അതെന്താ? പിന്നെ ഞാൻ പറഞ്ഞ പോലെ ന്യൂമറിക്കൽസ് നേരത്തെ നമ്മൾ 2-3 ക്വസ്റ്റ്യൻസ് കണ്ടായിരുന്നു. എന്താ? ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടായിരുന്നു. ന്യൂമറിക്കൽസ് അഗ്രോണമി എന്നാണേലും സോയിൽ എന്നാണേലും അങ്ങനത്തെ ന്യൂമറിക്കൽസ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പം അതും ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു പോർഷനും കൂടിയാണ് ഈ ന്യൂമറിക്കൽസ് എന്ന് പറയുന്നത്. സോ മാക്സിമം ന്യൂമറിക്കൽസും കൂടെ ചെയ്തു പോവുക. എപ്പോഴും അത് പഠിക്കാത്തത് കാരണം നമുക്ക് ആ ഒരു ഈസി ആയിട്ട് കിട്ടുന്ന മാർക്ക് നമ്മൾ ഒരിക്കലും കളയരുത്. അടുത്തത് പിന്നെ നമുക്ക് ഇതാക്കേണ്ടത്, നമ്മളിപ്പോൾ ഒരു 5 മന്തായിട്ട് ഒരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇതിനർത്ഥം എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഫുൾ ടൈം ഇരുന്ന് നമ്മളിതിന് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതല്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും കൂടെ ചെയ്ത് ബ്രേക്ക് എടുത്ത് നമുക്കറിയാലോ നമ്മളുടെ ആ ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡെയിലി റിതം നമുക്കാണ് അറിയുന്നത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് ബ്രേക്ക് എടുക്കേണ്ട സമയത്ത് ബ്രേക്ക് എടുക്കുക, നല്ല രീതിക്ക് ഉറങ്ങുക. ഓക്കെ, അങ്ങനെ ഒരു ടൈം ടേബിൾ നിങ്ങൾ തന്നെ ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇപ്പം രാവിലെ ചില ആളുകളുണ്ട് രാവിലെ നേരത്തെ എണീക്കാൻ താല്പര്യമുള്ളവരായിരിക്കും, നേരത്തെ എണീച്ച് പഠിക്കേണ്ടവർ, ആ ഒരു രീതിക്ക് ഷെഡ്യൂൾ ചെയ്യുക. ഓക്കെ, അപ്പം ബ്രേക്ക് എടുക്കുക എന്നുള്ളതും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബ്രേക്കും കൂടെ എടുത്ത് പഠിക്കണം എന്നുള്ളത് കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ഇൻറ്റൻസീവായിട്ട് നമുക്ക് ഒരു 5 മന്ത് കൊണ്ട് നമുക്ക് ഈ അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 പോസ്റ്റിലേക്കുള്ള സിലബസ് നമുക്ക് എങ്ങനെ കവർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് വേണ്ടത് നമുക്കൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഗ്രിഗുരുവിൽ നമുക്ക് പ്രഗതി അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2-ന് വേണ്ടിയിട്ടുള്ളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കവർ ചെയ്യുന്ന രീതിയിലുള്ള റെക്കോർഡഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും നിങ്ങൾക്കിപ്പം അവൈലബിൾ ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഈ
ഈ ഒരു സ്റ്റഡി പ്ലാൻ കിട്ടാനായിട്ട് നമുക്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ കോഴ്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നിങ്ങൾക്ക് ആ കമൻറ്റ് ബോക്സിൽ ആ ഒരു ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. നമുക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.